നമസ്കാരം. എല്ലായ്പ്പോഴും നിർമ്മലയായി വിളങ്ങും നല്ലാർമണേ ഗർഭിണിയായി പെറും നീ, വല്ലായ്മ നീക്കിയിടുക യേശുവെന്നീ ചൊല്ലാർന്ന പേരത്തനയന്നു നൽകും. ഗബ്രിയേൽ മാലാഖ കന്യാമറിയത്തോട് മംഗളവാർത്ത അറിയിച്ചുവല്ലോ. അത് പ്രതിപാദിക്കുന്ന ഒരു പദ്യമാണ് നിങ്ങൾ കേട്ടത്. ഇത് അന്തർഭവിക്കുന്നത് ക്രൈസ്തവ കാളിദാസൻ എന്നുകൂടി അറിയപ്പെട്ട കട്ടക്കയം ചെറിയാൻ മാപ്പിള എഴുതിയ ശ്രീ യേശുവിജയം എന്ന മലയാള കാവ്യത്തിലാണ്. ആട്ടെ, ഞാൻ ഈ പദ്യം വായിക്കുകയായിരുന്നില്ല, ഞാൻ ഈ പദ്യം പാടുകയുമായിരുന്നില്ല. പിന്നെയോ ഒരു പ്രത്യേക രീതിയിൽ, കൃത്യമായി പറഞ്ഞാൽ ഒരു അക്ഷരശ്ലോക മാതൃകയിൽ ചൊല്ലുകയായിരുന്നു. അതെ, അക്ഷരശ്ലോകം തികച്ചും ബൗദ്ധികവും ഭാവനാത്മകവുമായ ഒരു നേരമ്പോക്കത്രേ. ഒരാൾ ഒരു പദ്യം, ഒരു ശ്ലോകം അക്ഷരശ്ലോക മാതൃകയിൽ ചൊല്ലുമ്പോൾ അത് ചൊല്ലുന്നയാൾക്കും കേൾക്കുന്നവർക്കും ഇരു കൂട്ടർക്കും ഒരുപോലെ അനിർവചനീയമായ അനുഭൂതിയാണ് കൈവരുന്നത്. ഇന്ന് ഈ സുദിനത്തിൽ തിരുപ്പിറവിയെ സംബന്ധിക്കുന്ന പ്രസിദ്ധങ്ങളായ വിവിധ മലയാള സംസ്കൃത സാഹിത്യ കൃതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും പദ്യങ്ങൾ അക്ഷരശ്ലോക മാതൃകയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം അത്തരം പദ്യങ്ങളുടെ വൈശിഷ്ട്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യാമല്ലോ. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ അക്ഷര നക്ഷത്രങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ മുൻചൊന്ന പദ്യം ഏതാണ്ടൊരു അക്ഷരശ്ലോക മാതൃകയിലാണെന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാനൊക്കൂ. കാരണം ഞാൻ അക്ഷരശ്ലോകം മുറയനുസരിച്ച് ശീലിച്ചയാളല്ല. അക്ഷരശ്ലോകം എന്ന കല പണിപ്പെട്ട് സ്വായത്തമാക്കേണ്ട ഒന്നാണ്. അക്ഷരശ്ലോക കളരികളിൽ അഭ്യസിക്കുക, അക്ഷരശ്ലോക സമിതികളിൽ അംഗങ്ങളായി ചേർന്ന് ആ അറിവ് പുതുപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന രണ്ടുപേർ ഇന്ന് എനിക്കൊപ്പമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരാൾ നിത്യ, കുറവെല്ലങ്ങാട്ടെ ദേവമാതാ കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിയാണ്. നമസ്കാരം. ഇനിയൊരാൾ ആദിത്യൻ, പാലായിലെ സെന്റ് തോമസ് കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിയാണ്. അക്ഷരശ്ലോകം എന്ന കലയെക്കുറിച്ച് ഇവർ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കും. വളരെ പ്രാചീനമായ ഒരു സാഹിത്യ വിനോദമാണ് അക്ഷരശ്ലോകം. ഇത് മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലുമുണ്ട്. സംസ്കൃത വൃത്തങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം, ആ ശ്ലോകത്തിന്റെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമാണ് അടുത്തയാൾ ശ്ലോകം ചൊല്ലുന്നത്. ഇത് സദസ്സായും നിശയായും മത്സരമായും നടത്തിവരും. പണ്ടുകാലത്തെ തറവാടുകളിലും കൊടുങ്ങല്ലൂർ കളരി മുതലുള്ള കളരികളിലുമായി അഭ്യസിച്ചു പോന്ന് ഒതുങ്ങിയ ഇടങ്ങൾ വിട്ട് പൊതുവായ വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് അക്ഷരശ്ലോകം. കഴിവതും മുക്തങ്ങളാണ് ചൊല്ലേണ്ടത്. 4 വരിയിൽ തന്നെ അർത്ഥപൂർത്തി ഉണ്ടാകുന്ന ശ്ലോകങ്ങൾ. പ്രസിദ്ധ കവി KK രാജയുടെ അക്ഷരശ്ലോകത്തെക്കുറിച്ചൊരു ശ്ലോകമുണ്ട്. ലോകത്തിനു രസിക്കുവാൻ സിനിമ ഇന്നാവശ്യമാണ്, അക്ഷരശ്ലോകം മാനവഭാവനാമയ ചലച്ചിത്ര പ്രകാരാന്തരം. പാകത്തെറ്റുവരാതി വൃത്തനിയമം താളം പിടിച്ചിടവേ, നാഗത്തൂമണമാർന്ന സുസ്വരമുടാമേളം മനോമോഹനം. തിരുപ്പിറവിക്ക് ഒരു പശ്ചാത്തലമുണ്ട്. അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിലെങ്ങും കാനേഷുമാരി എടുക്കണമെന്ന് അഗസ്റ്റസ് കൈസർ അഥവാ അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ജോസഫിന് ഗാലിലിയയിലെ നസ്രയത്തിൽ നിന്ന് യഹൂദിയായിലെ ബെത്ലഹേമിലേക്കാണ് പോകേണ്ടത് പേര് ചേർക്കുവാനായിട്ട്. അപ്പോഴേക്ക് മരിയ പൂർണ്ണ ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. ആരൊക്കെയാണ് യാത്ര പോയത്? ജോസഫും മരിയയും മരിയയുടെ മാതാപിതാക്കളായ അന്നയും ജോവാക്യും. പേര് ചേർക്കൽ നടപടികൾ പൂർത്തിയായപ്പോഴേക്ക് മരിയയ്ക്ക് പീറ്റുനോവ് വന്നു. മരിയയ്ക്ക് പ്രസവ സമയമെടുത്തു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ജോസഫ് ഒരു സത്രത്തിനായി നെട്ടോട്ടം ഓടുന്നതാണ്. ഇത് പല സാഹിത്യകാരന്മാരും കണ്ടറിഞ്ഞ് തങ്ങളുടെ കൃതികളിലെ വിവരിച്ചിട്ടുണ്ട്. നോക്കൂ, രാജാധിരാജനെ ജനിക്കുവാൻ ഒരു വീട് പോലും കിട്ടിയില്ല എന്ന മട്ടില്ല.
അന്ന് സമാന ആവശ്യവുമായി വന്ന പേര് ചേർക്കാൻ വന്ന ആളുകളെ കൊണ്ട് എല്ലാ സത്രങ്ങളും തിങ്ങി നിറഞ്ഞിരുന്നു. ഒടുവിൽ ഏതോ ഒരു വീട്ടുകാരൻ്റെ സൗമനസ്യത്താൽ അവർക്ക് ഒരു കാലിത്തൊഴുത്താണ് ലഭിക്കുന്നത്. അവിടെയാണ് ഈശോ ഭൂജാതനാകാൻ പോകുന്നത്. അവിടെ മേരിയുടെ മാതാവ് അന്ന സ്വയം ഒരു ഭിഷഗ്വരയായി മാറുകയാണ്. മകൾക്ക് സൂതികർമ്മം നടത്തുന്നു. പുറത്ത് അക്ഷമയോടെ കാത്തിരിക്കുന്ന രണ്ടുപേർ, ജോസഫും ജോവാക്യമും. ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കായി ഈശോ ജനിച്ചു കഴിഞ്ഞു. അവർ ആ മുറിയിലേക്ക് പായുകയാണ്. അന്ന വളരെ അവധാനതയോടുകൂടി ഉണ്ണിയെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞെടുത്ത് യോസേ പിതാവിൻ്റെ നീട്ടിയ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഈ സന്ദർഭം പ്രൊഫസർ PC ദേവസ്യ തൻ്റെ ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടാലോ. ദൃഷ്ട്വാ തമന്നാ നിപുണം കരാഭ്യാം ഉദ്ധൃത്യ വസ്ത്രാവൃതമർഭകം തം സാ നിക്ഷിപത്തസ്യ കരേ സ്മിതേന സോപ്യഗ്രഹീത് ഭൂമി നിവിഷ്ടജാനു. അന്നാത്തം ദൃഷ്ട്വ, അന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ, യോസേ പിതാവിനെ കണ്ടപ്പോൾ, തം അർഭകം വസ്ത്രാവൃതം, ആ കുഞ്ഞിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് യോസേ പിതാവിൻ്റെ നീട്ടിയ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്ന്. എങ്ങനെയാണ്? നിപുണമെന്ന വാക്കാണ് ദേവസ്യാസാറ് പ്രയോഗിക്കുന്നത്. ഒരു തഴക്കത്തോടെ, ഈ സൂതികർമ്മത്തിലുള്ള ഒരു തഴക്കം, ഒരു പരിചയസമ്പത്തായിരിക്കണം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വെച്ചു കൊടുക്കുന്നു നീട്ടിയ കരങ്ങളിലേക്ക്. യോസേ പിതാവ് എങ്ങനെയാണ് ആ കുഞ്ഞിനെ വാങ്ങിക്കുന്നത് എന്ന് ദേവസ്യാസാറ് പറയും. ഒരു വിശേഷണത്തിലൂടെയാണ് ദേവസ്യാസാർ അത് വ്യക്തമാക്കുന്നത്. ഭൂമി നിവിഷ്ടജാനുഹു എന്ന്, നിലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട്, ഈ നിലത്ത് മുട്ടുകുത്തി നിൽക്കലിൽ ഒട്ടേറെ ഭാവങ്ങൾ വെളിപ്പെടുന്നുണ്ട്. തന്നെ പിതൃപദവിയിലേക്ക് ഉയർത്തിയ ആ ഉണ്ണിയോടുള്ള ആദരമാണത്. പിന്നെ ആ മുട്ടുകുത്തി നിൽക്കലിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അതിലൊരു ഭവ്യതയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ ഉണ്ണിയെ മുൻനിർത്തി ദൈവത്തോടുള്ള ഒരു നന്ദി പ്രകാശനമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഭാവിയിലെ പിതാക്കന്മാർക്കുള്ളൊരു സന്ദേശമാണ്. അവർക്ക് അനുകരിക്കത്തക്കതാണ് യോസേ പിതാവിൻ്റെ ഈ ചെയ്തി. യോസേ പിതാവ് നിലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് ഉണ്ണി ഈശോയെ കൈനീട്ടി വാങ്ങിച്ചത് എന്ന് ബൈബിളിൽ പറയുന്നില്ലായിരിക്കാം. പക്ഷേ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്തു കാണില്ല എന്ന്, പ്രത്യേകിച്ച് ഇത്തരം പദ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ. ഒരു പിതാവ് തൻ്റെ മകനെയോ മകളെയോ സംബന്ധിക്കുന്ന പിൽക്കാലത്തെ ഏതൊരു സംഗതിയും മറന്നു പോയേക്കാം. പക്ഷേ അദ്ദേഹം ഈ നഴ്സിൽ നിന്നോ മറ്റോ ആദ്യമായി കുഞ്ഞിനെ ഇരു കൈയും നീട്ടി വാങ്ങുന്ന ഒരു ഞൊടി നേരമുണ്ടല്ലോ, ആ ഒരു മുഹൂർത്തം ഒരിക്കലും മറക്കാനിടയില്ല. അത് എങ്ങനെ വേണമെന്ന് യോസേ പിതാവ് കാട്ടിത്തന്നുവെന്നാണ് ഇവിടെ പ്രൊഫസർ PC ദേവസ്യ വിഭാവനം ചെയ്യുന്നത്. തുടർന്ന് യോസേ പിതാവ് ഉണ്ണിയെ ആവോളം നോക്കിക്കണ്ടു, കണ്ണുകൾ കൊണ്ട് പാനം ചെയ്തുവെന്നാണ് ദേവസ്യാസാറിൻ്റെ പ്രയോഗം. ആ ഗണത്തിൽപ്പെട്ട ഒരു മനോഹരമായ പദ്യം ആ കാവ്യത്തിലുണ്ട്. നമുക്കതൊന്ന് ചൊല്ലിക്കേട്ടാലോ. യസ്മാദ്ഗിരേ പാർശ്വതടേഷു പശ്ചാത് ക്ഷുസ്രാവലോകോ നവധർമ്മസൂക്തം തം ചാലയിത്വാധരമീഷദീശ രുദന്തമാലോക്യ സതിം ഹസന്തം. യസ്മാത് യാതൊന്നിൽ നിന്ന്, ലോകഹ ലോകർ, പശ്ചാത്ത് പിൽക്കാലത്ത്, ഗിരേഹേ പാർശ്വതടേഷു ഗിരിതടത്തിൽ വെച്ച്, മലമുകളിൽ വെച്ച് എന്നാവാം, നവധർമ്മസൂക്തം ശുശ്രാവ നൂതനമായ ധർമ്മസൂക്തം കേട്ടുവോ കേട്ടറിഞ്ഞുവോ, തം അധരം ആ ചുണ്ട്, ഈഷതീഷത് ചാലികിത്വാ രുദന്തം അല്പാൽപമായി ചലിപ്പിച്ചുകൊണ്ട് കരയുകയും. കുഞ്ഞുങ്ങളാകുമ്പോൾ കരയുമല്ലോ, ഈശോയും കരഞ്ഞു. പെട്ടെന്ന് മാതാവിനെ കാണുകയാണ്. അപ്പോൾ ആ കരച്ചിൽ നിർത്തി തൽസ്ഥാനത്ത് ചിരി വിടരുകയായി. അതാണ് തുടർന്ന് പറയുന്നത്, സതീം ആലോക്യ ഹസന്തം എന്ന്. മാതാവിനെ കുറിക്കാൻ ദേവസ്യാസാറ് പ്രയോഗിച്ചത് സതി എന്ന വാക്കാണ്. സതി എന്ന പദത്തിന് വിശുദ്ധ, പരിശുദ്ധ, ചാരിത്രികശീല എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ നല്ലവൾ എന്ന് ആ വാക്ക് തന്നെ പ്രയോഗിച്ചുകൊണ്ട് പറയട്ടെ. ആ നല്ലവളെ കണ്ടപ്പോൾ ചിരിക്കുകയും ചെയ്യുന്ന ഉണ്ണിയെ യോസേ പിതാവ് ആവോളം നോക്കിക്കണ്ടുവെന്ന് പൂർവ്വശ്ലോകത്തോടൻവയം. തിരുപ്പിറവിയെ സംബന്ധിക്കുന്ന ശുഭവാർത്ത ദൈവദൂതൻ ആദ്യം അറിയിച്ചത് മതമേലധ്യക്ഷന്മാരെയല്ല, പ്രഭുക്കന്മാരെയല്ല, ചക്രവർത്തിമാരെയല്ല, പണ്ഡിതന്മാരെയല്ല, പുരോഹിതന്മാരെയുമല്ല. അവിടുന്ന്
അത്ര അകലത്തല്ലാതുള്ള ഒരു വെളിം പ്രദേശത്ത് ഒരു വയലിൽ ആടുകളെ കാത്തുകൊണ്ടിരിക്കുന്ന, പാലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നിസ്സാരരായ ആട്ടിടയരെയാണ്. അവർ ആ മംഗളവാർത്ത പറയുമ്പോഴേക്ക് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരിൽ നിന്ന് ഒരു ഈശ്വരസ്തുതി പുറപ്പെടുകയും ചെയ്യുന്നു. ദേവസ്യ സാർ ആ സന്ദർഭം വളരെ മനോഹരമായി തൻ്റെ കാവ്യത്തിൽ കുറിച്ചിട്ടുണ്ട്. ആ പദ്യം നമുക്കൊന്ന് കേട്ടാലോ. ഊർധ്വേഷു ലോകേഷു സദൈവ ഭൂയാത് മാഹാത്മ്യ സങ്കീർത്തനമീശ്വരസ്യ ഭൂയാച്ഛ ശാന്തി സുചിരം മഹേശ പ്രസാദഭാജാം ഭുവി മാനവാനാം. ഊർധ്വേഷു ലോകേഷു ഉന്നതങ്ങളായ ലോകങ്ങളിൽ ഈശ്വരസ്യ മഹാത്മ്യ സങ്കീർത്തനം സദാ ഭൂയാത് എന്ന്, ഈശ്വരൻ്റെ മഹാത്മ്യം സദാ സങ്കീർത്തനം ചെയ്യപ്പെടട്ടെ എന്ന്. നമുക്ക് കൂടുതൽ പരിചയമുള്ള വാചകം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നതാണല്ലോ. തുടർന്ന് ദേവസ്യ സാർ പറയും ഭൂമിയിൽ മഹേശ പ്രസാദഭാജാം മാനവാനാം ചിരം ശാന്തി ഭൂയാച്ച. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക്, ഈശ്വരൻ്റെ തിരുവുള്ളം ലഭിച്ചവർക്ക് എന്നാണ് വാക്ക്. നീണാൾ ശാന്തി ഉണ്ടാകുമാറാകട്ടെ എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. അപ്പോൾ രണ്ടും യഥാർത്ഥത്തിൽ ഒന്നു തന്നെയല്ലേ? ആർക്കാണ് ദൈവകൃപ ലഭിക്കുക? ആർക്കാണ് ഈശ്വരൻ്റെ തിരുവുള്ളം ലഭിക്കുക? സന്മനസ്സുള്ളവർക്കെന്നിയേ. അവിടെ ആട്ടിടയർ എത്തി. ഉണ്ണിയെ കൈനീട്ടി വാങ്ങി അവർ കാൽത്താരിൽ പ്രണമിച്ചു. എനിക്ക് തോന്നുന്നു ഉണ്ണിയെ കൈനീട്ടി വാങ്ങിക്കുന്ന മൂന്നാമത്തെ കൂട്ടർ ആട്ടിടയർ ആയിരിക്കണമെന്ന്. യോസേ പിതാവാണ് ആദ്യമായി വാങ്ങിയതെങ്കിൽ, രണ്ടാമത് വാങ്ങിയത് ജോവാക്യമാണെങ്കിൽ തീർച്ചയായും മൂന്നാമത് വാങ്ങിയ കൂട്ടർ ആട്ടിടയരാണ്. ഈ 3 എന്ന സംഖ്യയ്ക്ക് ക്രിസ്തു മതത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. തൃത്വൈക ദൈവത്തിൽ മാത്രമല്ല 3 ഉള്ളൂ. പിൽക്കാലത്ത് ഈശോയ്ക്ക് താബോർ മലയുടെ മുകൾ പരപ്പിൽ വെച്ച് രൂപപരിണാമം സിദ്ധിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർ 3 പേരാണ്. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോ കൂടെ കൂട്ടുന്നത് 3 പേരാണ്. പത്രോസ് ഈശോയെ തള്ളി പറയുന്നത് 3 പ്രാവശ്യമാണ്. ഈശോ ഉദ്ധാനം ചെയ്തത് 3-ാം നാളാണ്. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചത് 33 വർഷമാണ്. ഇവിടെ നമ്മളും 3 പേരാണ് ഈ പുണ്യദിനത്തിൽ ഈ വിശുദ്ധമായ ഗാഥ ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്താനും ഭാഗ്യം ലഭിച്ച 3 പേർ. ആട്ടിടയർ അന്നയിൽ നിന്ന് ഉണ്ണീശോയെ കൈനീട്ടി വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഭാവം എന്തായിരുന്നുവെന്ന് വിവരിക്കുന്ന ഒരു മനോഹരമായൊരു പദ്യം കട്ടക്കയം ചെറിയാൻ മാപ്പിള എഴുതിയ ശ്രീ യേശു വിജയം എന്ന കാവ്യത്തിലുണ്ട്. നമുക്കതൊന്ന് ചൊല്ലിക്കേട്ടാലോ. ധരയിലവതരിച്ച നന്ദനൻ തൻ ചരണസരോരുഹമദ്യമായി നമിപ്പാൻ പരമജനകനിജനത്തിനേവം വരമരുളൻ തിരുവുള്ളമായതെന്തോ. ഉണ്ണീശോയുടെ കാൽത്താർ ആദ്യമായി പ്രണമിക്കാനുള്ള അവസരം പരമപിതാവ് നിസ്സാരരായ തങ്ങൾക്കാണല്ലോ നൽകിയത് എന്നോർത്ത് ആശ്ചര്യം കൂറി നടത്തുന്ന ഒരു നന്ദി പ്രകാശനമാണ് ഈ വരികളിൽ നാം കണ്ടത്. ഈ കാൽത്താർ, പാദസരോരുഹം, ചരണപങ്കജം അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്നത്തെ ഭാഷാസ്നേഹികൾ നെറ്റിച്ചൊളിക്കാറുണ്ട്. അതൊക്കെ പഴഞ്ചൻ പ്രയോഗങ്ങളാണെന്ന് തള്ളിക്കളയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പാദം താമരപ്പൂവിനോട് ഉപമിക്കപ്പെടുമ്പോൾ, ഒരു പാദത്തെ താമരപ്പൂവിനോട് ഉപമിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. താമരപ്പൂവിൻ്റെ നേർമ, അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ ചന്തം. വേദാന്ത ഭാഷയിൽ പറഞ്ഞാൽ ഈ താമര ഇലയിലെ നീറ് പോലെ വേണം ജീവിക്കുവാനെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു അനാസക്തി, അങ്ങനെ ഒട്ടേറെ സംഗതികൾ അതിൽ ദ്യോതിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിച്ചൊളിക്കണമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ താമരപ്പൂവിനോട് ഉപമിക്കത്തക്ക പാദങ്ങളെ നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗ്യദോഷത്തെയാണ് കുറിക്കുന്നത്. ഉദാഹരണത്തിന് ഉണ്ണീശോയുടെ കാലുകൾ പോലെയുള്ള കാലുകൾ ആരാനും കണ്ടാൽ അവയെ തീർച്ചയായിട്ടും താമരപ്പൂവിനോട് ഉപമിച്ചു പോകുമല്ലോ. അനുബന്ധമായ ഒരു സംഗതി കൂടി പറയട്ടെ. ഈ തിരുപ്പിറവിയെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുന്ന ആട്ടിടയർ അവരോട് തർക്കിച്ചില്ല. തങ്ങളുടെ രക്ഷകൻ എന്തേ ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുവാൻ എന്നവർ ചോദിച്ചില്ല.
യഹോവയാം ദൈവം സൃഷ്ടിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധിപനാകാൻ പോകുന്നയാൾ എന്തേ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തപ്പെടുവാൻ എന്നവർ ചോദിച്ചില്ല. അത് വിശ്വാസത്തിൻ്റെ പരമകൂടിയാണ്. അതവർ അങ്ങനെ തന്നെ കയ്യേറ്റു എന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്തു മതത്തെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടേ നിർവചിച്ച് കൂടുവെങ്കിൽ അത് വിശ്വാസം എന്ന പദമായിരിക്കണം. സ്നേഹവും സാഹോദര്യവും അഹിംസയുമൊക്കെ ഉണ്ടെങ്കിൽ പോലും വിശ്വാസം എന്ന പദത്തിൽ, പദമെന്ന വാക്കെന്നർത്ഥത്തിന് പുറമേ കാലെന്നും അർത്ഥമുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന പദത്തിൽ ഊന്നിയാണ് ക്രിസ്തു ധർമ്മം നിലകൊള്ളുന്നത് എന്ന് പറയാമല്ലോ. ഭാരതീയമായി പറഞ്ഞാൽ ആട്ടിടയർക്ക് ലഭിച്ചത് ഈശോയുടെ ഒരു നിർമാല്യ ദർശനമാണെന്ന് പറയാം. നിർമാല്യ ദർശനം നമുക്കറിയാം അതിവിശിഷ്ടവും സർവ അഭീഷ്ട ഫലദായകവുമാണല്ലോ. കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയത്തിലെ ആട്ടിടയർ ഉണ്ണീശോയുടെ കാൽത്താർ വീണ്ടും വീണ്ടും നമിക്കുമ്പോൾ മാത്യു ഉലകന്തറ എന്ന പ്രസിദ്ധനായ സാഹിത്യകാരൻ്റെ ക്രിസ്തുഗാഥ എന്ന കൃതിയിലെ ആട്ടിടയർ ആ കാൽത്താര് വീണ്ടും വീണ്ടും ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനോഹരമായ പദ്യം, ഒരു ഈരടി അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഞാനത് വായിക്കട്ടെ. തൃപ്പത പൊന്താരിൽ ഉമ്മ വെച്ച് അത്യന്ത തൃപ്തരായി വേഗം തിരിച്ചുപോയി എന്ന്. ഉണ്ണീശോയുടെ താമരപ്പൂവിനോട് ഉപമിക്കത്തക്ക ആ പാദങ്ങളിൽ അവർ ഉമ്മ വെച്ചപ്പോൾ അത്യന്തം തൃപ്തരായി എന്ന്, അങ്ങേറ്റത്തോളം സംതൃപ്തി അവർ അനുഭവിച്ചുവെന്ന്. തുടർന്നുള്ള പ്രയോഗം ആലോചനാർഹമാണ്. അവർ വേഗം തിരിച്ചു പോയത്രേ. അതിനെ എങ്ങനെയാണ് സാധൂകരിക്കാൻ സാധിക്കുക? അങ്ങേറ്റത്തെ സംതൃപ്തി കൈവരിച്ചത് കൊണ്ടാണ് അവർ അവിടെ നിന്ന് വേഗത്തിൽ തിരിച്ചു പോയത് എന്ന് വാദിക്കാമെങ്കിലും ആ വ്യാഖ്യാനം പൂർണ്ണമല്ല. എനിക്ക് തോന്നുന്നു അവിടെ ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. തങ്ങളുടെ കൈക്കുമ്പിളിൽ ഏന്തിയിരിക്കുന്നത് ആരെയാണ്? ലോകൈകനാഥനെയാണ്, ലോകൈക രക്ഷകനെയാണ്, ഇസ്രായേൽ വംശത്തെ മേയ്ക്കാൻ പിറന്നവനെയാണ്. യഹോവയാം ദൈവം സൃഷ്ടിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധിപനാകാൻ പോകുന്നയാളെയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അവരിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കാമല്ലോ. അപ്പോൾ തങ്ങൾ അത് അർഹിക്കുന്നുണ്ടോ എന്ന് പോലും അവർ ചിന്തിച്ചിരിക്കാമല്ലോ, ആ നിഷ്കളങ്കരായ ആട്ടിടയന്മാർ. അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല, അവർ സംതൃപ്തി കൈവരിച്ചു കഴിഞ്ഞു. ആ സംതൃപ്തിയോടുകൂടി അവർ ആ കുഞ്ഞിനെ വേഗം അന്നയ്ക്കോ മറ്റോ കൈമാറിയിട്ട് അവർ അവിടെ നിന്ന് ആ ഒരു നിർവൃത്തിയോടുകൂടി ചെന്നു എന്നായിരിക്കണം മാത്യു ഉലകന്തറ വേഗം തിരിച്ചുപോയി എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആട്ടിടയരുടെ ദൃഷ്ടി ചെന്നു പതിഞ്ഞത് സ്വാഭാവികമായും ഉണ്ണീശോയുടെ കാൽത്താരിലാണ്. ഉണ്ണീശോ ശരണ്യനാണെങ്കിൽ ആ കാൽത്താര് അതിലും ശരണ്യങ്ങളാണ്. ആട്ടിടയര് ഉണ്ണീശോയുടെ കാൽത്താരിൽ തന്നെ ചുംബിച്ചു എന്ന ഒരു രംഗം എന്നെ മറ്റൊരു രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്ദലന മറിയത്തെ സംബന്ധിച്ചതാണത്. മഗ്ദലന മറിയം, വഴിവിട്ട ജീവിതം നയിച്ച മഗ്ദലന മറിയം, ഈശോയുടെ പ്രഭാഷണങ്ങളാലും ചെയ്തികളാലും ആകൃഷ്ടയായി മാനസാന്തരപ്പെടുന്നു. പശ്ചാത്താപ വിവശയായ മഗ്ദലന മറിയം ഈശോയെ കാണാൻ വരികയാണ്. ഈശോ വന്ന് ശീമോൻ്റെ അതിഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. മഗ്ദലന മറിയം മുടിയൊക്കെ അഴിച്ചിട്ടാണ് വരുന്നത്. പണ്ട് യഹൂദർ പൊതുനിരത്തിൽ വെച്ച് മുടി അഴിച്ചിടാറില്ല. അവിടെ മഗ്ദലന മറിയം നേരെ ചെന്ന് ഈശോയുടെ കാൽക്കല്ലിരിക്കും. എന്നിട്ട് ആ കാലുകൾ അവൾ കഴുകുന്നുവത്രേ. എന്തുകൊണ്ടാണ് അവൾ കാലുകൾ കഴുകുന്നത്? കണ്ണീര് കൊണ്ടാണ്. പശ്ചാത്താപത്തിൻ്റെ പ്രതീകമായ കണ്ണീര് കൊണ്ട് മഗ്ദലന മറിയം ഈശോയുടെ കാലുകൾ കഴുകുന്നു. എന്നിട്ട് തൻ്റെ വാർകൂന്തൽ കൊണ്ട് അത് ഒപ്പിയെടുക്കുന്നു, തുടച്ചു നീക്കുന്നു. എന്നിട്ട് ആ കാൽത്താരിൽ അവൾ ആവോളം ചുംബിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭം നമ്മുടെ മഹാകവികളിൽ ഒരാളായ വള്ളത്തോൾ കണ്ടറിഞ്ഞ് തൻ്റെ ലഘുകൃതിയായ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒട്ടേറെ മനോഹരങ്ങളായ പദ്യങ്ങൾ ആ കൃതിയിൽ നമുക്ക് വായിക്കാനാവും. നമുക്കതിൽ നിന്ന് ഏതാനും പദ്യങ്ങൾ ചൊല്ലിക്കേട്ടാലോ. പങ്കമകന്ന കണ്ണീരാൽ കഴുകിയ തങ്കത്രിക്കാൽകളി താഴ്മയോടെ നേർത്ത പട്ടിന്നു നേർകൊണ്ടവാർ കൂന്തലാൽ തോർത്തിത്തുടച്ചവർ രണ്ടിന്മേലും ചെമ്പവീഴങ്ങൾ പതിക്കയായി തന്വങ്കി തൻ പരിപേലവ വായ്മലരാൽ ഇന്നു
നതാങ്കി നിൻ വക്ത്രം പവിത്രമായി, ഇന്നു നിൻ ചുംബനം സ്ഥാനത്തായി. നോക്കൂ, ആട്ടിടയർ ഈശോയെ ചുംബിക്കുമ്പോൾ ഈശോ ഉണ്ണിയാണ്. ആ പാദത്താർ അതിശരണ്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുവല്ലോ. മഗ്ദലന മറിയം ആ പാദത്തിൽ ചുംബിക്കുമ്പോൾ ഈശോ യുവാവാണ്. അപ്പോഴും ആ പാദത്താർ, ആ പാദങ്ങൾ അതിശരണ്യങ്ങൾ തന്നെയാണ്. ഇവിടെ മഗ്ദലന മറിയം ചുറ്റുമുള്ളവരുടെ പരദൂഷണങ്ങളെയും തുറച്ചു നോട്ടങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് നേരെ വന്ന് ഈശോയുടെ കാൽക്കൽ അഭയം പ്രാപിക്കുകയാണ്. ഇവിടെ കവി മഗ്ദലന മറിയത്തോട് പറയുന്നു, ഇന്നു നതാങ്കി നിൻ വക്ത്രം പവിത്രമായി. നതാങ്കി എന്നാണ് വിളിക്കുന്നത്. വിനയശീലെ എന്നർത്ഥമാണ്. കുമ്പിട്ടവളെ, താഴ്മയെ കുറിക്കുന്ന പദമാണല്ലോ. ഹേ വിനയശീലെ, ഇന്നാണ് നിന്റെ വക്ത്രം, മുഖം പവിത്രമായത്, പരിപൂതമായത്, പാവനമായത്. ഇന്നു നിൻ ചുംബനം സ്ഥാനത്തായി. ഇന്നാണ് നിന്റെ ചുംബനം യഥാസ്ഥാനത്തായത് എന്ന്. മഗ്ദലന മറിയം ഈശോയ്ക്ക് മുന്നിൽ വെച്ച നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയുണ്ട്. വള്ളത്തോൾ അത് ഒരു മനോഹരമായ പദ്യമാക്കി ചമച്ചിട്ടുമുണ്ട്. അതൊന്ന് കേട്ടാലോ. മുട്ടുവിൻ വാതിൽ തുറക്കുമെന്നങ്ങുന്നു പട്ടാംഗമായി ചൊന്നതോർത്തുകൊണ്ടേ, താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടുമീ പാവത്തിനേകുകിങ്ങുൾ പ്രവേശം. അതിന് ഈശോയുടെ മറുപടി പ്രതീക്ഷാനിർഭരമാണ്. അത് വിവരിക്കുന്ന പദ്യം കൂടി നമുക്ക് കേൾക്കാം. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞ്, ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ. അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അക്ഷരശ്ലോക സമിതിക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി മലയാളത്തിലും സംസ്കൃതത്തിലുമായി ഒട്ടേറെ പദ്യകൃതികളുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത പദ്യങ്ങൾ കൊണ്ട് മാത്രം തീർത്ത അക്ഷരശ്ലോക സദസ്സുകൾ സംഘടിപ്പിച്ചാൽ അത് ഒരു പുതുമ മാത്രമല്ല, അത് സമൂഹത്തിനാകെ ഗുണപ്രദവുമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളേകുന്നു മെറി ക്രിസ്മസ്.